നമസ്കാരം. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ അറിവുള്ള വിഷയങ്ങളാണെങ്കിൽ പോലും പലപ്പോഴും അവതരിപ്പിക്കാൻ സാധ്യതകൾ വളരെ കുറവുള്ളത് കൊണ്ട് വിദഗ്ധമായിട്ടുള്ള ചില പരിശോധനകളൊക്കെ നടത്തുവാനും ചില ഹോർമോണിലെ വ്യതിയാനങ്ങളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനും സാധ്യതയുണ്ട്. എന്നാൽ വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ അടക്കം ഭക്ഷണ ക്രമീകരണം, യോഗ, പ്രാണായാമം എന്നിവ ശീലിക്കുവാനും ഏറെക്കുറെ മാസാവസാനമാകുമ്പോഴേക്കും ഇതിൽ നിന്നെല്ലാം തന്നെ ഒരു വിമുക്തി നേടുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും എന്ന ധാരണയ്ക്ക് പോലും യോഗമുണ്ട്. ഒരുപക്ഷെ മാതാപിതാക്കളുടെ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. വിജയശതമാനം വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം ഉപരിപഠന പ്രവേശന പരീക്ഷയ്ക്ക് അനുകൂലമാകും വിധത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കും. പലപ്പോഴും ദൃഷ്ടിപഥത്തിലുള്ള എല്ലാം ശരിയാണ് എന്നുള്ളൊരു മിഥ്യാധാരണകളെല്ലാം ഒഴിവാക്കി യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ടും ശാസ്ത്രീയ വശം മനസ്സിലാക്കിക്കൊണ്ടും പ്രവർത്തിക്കാനുള്ള ഒരു അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. ഗൃഹത്തിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം ഒന്നു ചേരും. വിൽപ്പനോദ്ദേശത്തോടുകൂടി വാങ്ങിയതായുള്ള ഭൂമിക്ക് തൃപ്തികരമായിട്ടുള്ള വില ലഭിക്കുന്നത് വഴി വിൽപ്പനയ്ക്ക് തയ്യാറാകുവാനിടയുണ്ട്. ഗർഭിണികൾക്ക് ഈ ഒരു മാസത്തിൽ പൂർണ്ണമായുള്ള വിശ്രമം വേണ്ടി വരുവാനാണ് യോഗമുള്ളത്. ചിലർക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും മാതാപിതാക്കളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഗൃഹത്തിന്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി വയ്ക്കുവാനോ അല്ലെങ്കിൽ ഗൃഹത്തിന് മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ വരുത്തുവാനോ തീരുമാനിക്കും. എങ്കിലും വാസ്തുശാസ്ത്ര പ്രകാരം പരിവർത്തനങ്ങൾ നടത്തുന്ന പക്ഷം ഒരു മുറി കൂടി കൂടുതൽ എടുക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാനിടയുണ്ട്. വിജ്ഞാനം ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അവസരം വന്നു ചേരും. അവിചാരിതമായിട്ട് ബന്ധുമിത്രാദികളോടൊപ്പം മറ്റു ചിലർക്ക് സഹപ്രവർത്തകരോടൊപ്പം പുണ്യതീർത്ഥ ഉല്ലാസ യാത്രകളൊക്കെ അവസരങ്ങൾ വന്നു ചേരും. നിയുക്ത പദവിയിൽ നിന്നും സ്ഥാനചലനം ഉണ്ടാകുവാനിടയുള്ളത് കൊണ്ട് പ്രാരംഭത്തിൽ ചില മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും ഈ ഒരു മേഖല പോലും പഠിക്കുക എന്നുള്ള സങ്കല്പം യാഥാർത്ഥ്യമാകുന്നതിന്റെ ഭാഗമായിട്ട് ഒരു പക്ഷെ അതിന്റെ ഒരു കോഴ്സിന് ചേരുവാൻ അവസരങ്ങൾ വന്നു ചേരും. ഇതിന്റെ വെളിച്ചത്തിൽ വളരെ ക്രിയാത്മകമായിട്ട് തന്നെ ഏറ്റെടുക്കുവാനും പ്രവർത്തിക്കാനും അവസരം വന്നു ചേരുവാനിടയുണ്ട്. ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള അപാകതകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടാൻ യോഗം കാണുന്നു. സമൂഹത്തിൽ ഉന്നതരുമായി സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴി പല വിധത്തിലുള്ള മാർഗദർശനങ്ങളെയും അതിജീവിക്കാൻ തക്കവണ്ണം നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാൻ ഇടയുണ്ട്. തൊഴിൽ മേഖലയുള്ള ബുദ്ധിമുട്ടുകളെ അതിജീവിക്കുവാൻ ഒരു ക്രിയാത്മകമായിട്ടുള്ള കർമ്മ പദ്ധതി ആവിഷ്കരിക്കാൻ അവസരം വന്നു ചേരും. സാഹസ പ്രവൃത്തികളിൽ നിന്നും പിന്മാറേണ്ടതാണ്. പദ്ധതി സമർപ്പണത്തിൽ പ്രാരംഭത്തിന് ചില തടസ്സങ്ങൾ വന്നു ചേരുമെങ്കിലും അന്തിമമായിട്ട് സമർപ്പിക്കാൻ സാധിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. യാതൊരു കാരണവുമില്ലാതെ പല പ്രകാരത്തിലും അസുഖങ്ങൾ പിടിപെടുവാനിടയുണ്ട്. എന്നാൽ വിദഗ്ധമായുള്ള പരിശോധനയിൽ ചിലർക്ക് സാംക്രമിക രോഗങ്ങളായിരിക്കാം, മറ്റു ചിലർക്ക് പകർച്ചവ്യാധിയുടെ അനന്തരമായിട്ടുള്ള ഒരു ഫലമായിരിക്കാം. എന്തായാലും ഇതരമായിട്ടുള്ള ചികിത്സാ രീതികളൊക്കെ തുടക്കം കുറിക്കുവാനും സ്വല്പം ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയും ആധ്യാത്മികമായിട്ടുള്ള ചിന്തകളോടുകൂടി പ്രവർത്തിക്കാനും അവസരം വന്നു ചേരും. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാൻ സാധ്യതയുണ്ട്. അടിസ്ഥാനരഹിതമായുള്ള ആരോപണങ്ങളെ അതിജീവിക്കുവാൻ തക്കവണ്ണം അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും തൽക്കാലത്തേക്ക് വിട്ടുനിൽക്കുവാൻ തീരുമാനിക്കും. വൈവിധ്യങ്ങളായുള്ള വിഷയങ്ങളായതുകൊണ്ട് ചില കാര്യങ്ങളെല്ലാം തന്നെ അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ അതിന്റെ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും പിന്മാറുവാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ക്രിയാത്മകമായിട്ട് തന്നെ യുക്തിപൂർവം ചിന്തിച്ചു പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ഹൃദ് നാഡീ രോഗപീഠകളൊക്കെ വിദഗ്ധമായിട്ടുള്ള ചികിത്സ അടിയന്തരമായിട്ട് ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സ്വതസിദ്ധമായിട്ടുള്ള ശൈലി പലർക്കും മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വ്യായാമത്തിന് പ്രാധാന്യം നൽകുന്ന വിധത്തിൽ
യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ അവസരം വന്നു ചേരും. ബന്ധുമിത്രാദികളുടെ അകാല വിയോഗം അതീവ ദുഃഖത്തിന് വഴിയൊരുക്കുവാനിടവരുമെങ്കിൽ പോലും പ്രകൃതി നിയമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമാശ്വസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അവിചാരിതമായിട്ട് ധാരാളം അവസരങ്ങൾ വന്നു ചേരുവാനും ഒരുപക്ഷെ ഈ കഴിഞ്ഞ 6-7 മാസമായിട്ട് വളരെ ക്രിയാത്മകമായിട്ട് തന്നെ പരിശീലനം അത് അനുവർത്തിക്കുന്നത് വഴിയായിരിക്കാം ഇങ്ങനെ അവസരം ഉണ്ടാകുവാൻ ഇടയുള്ളത്. അവഗണിക്കപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കപ്പെടുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. അനന്ത സാധ്യതകളുടെ കർമ്മ മേഖലകളെ പറ്റി വിലയിരുത്തി പുതിയ പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ പോലും വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ സാധ്യതയുണ്ട്. അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുവാൻ അവസരങ്ങൾ വന്നു ചേരും. ഉപദേശക സമിതിയിൽ ഉൾപ്പെടുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വ്യക്തി പ്രഭാവത്താൽ ഏതൊരു ദുഷ്കീർത്തിയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിട വരും. സാഹിത്യരചനയ്ക്ക് അംഗീകാരം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പുണർത നക്ഷത്രക്കാരുടെ അനുഭവയോഗ്യമായിട്ടുള്ള മെയ് മാസത്തിലെ ഫലങ്ങളാണ് ഈ പറഞ്ഞത്. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവ് മുൻകാല പ്രാബല്യത്തോടുകൂടി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിന് യോഗമുണ്ട്. എന്നാൽ ഒരുപക്ഷെ ചുമതലകളൊക്കെ വർദ്ധിച്ചു എന്ന് വരാം. ഇനി ഒരു വർഷത്തേക്ക് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് ചിലപ്പോൾ ചിലർക്ക് യാത്രകൾ കൂടുതൽ വേണ്ടിവരും. മറ്റു ചിലർക്ക് കൂടുതൽ ജോലിക്കാരെ നിയമിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ഭരണ ചുമതലകൾ അല്ലെങ്കിൽ അധികാര പരിധി വർദ്ധിക്കും എന്നതാണ് ഇതിന്റെ സാരാംശം. സുവ്യക്തമായിട്ടുള്ള കർമ്മ പദ്ധതികളൊക്കെ രൂപകൽപ്പന ചെയ്യുവാനിട വരുമെങ്കിൽ പോലും പണം മുതൽ മുടക്കിയാൽ ഇനി 2 വർഷത്തിന്റെ ഉള്ളിൽ നേട്ടമുണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പലർക്കും പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ബഹുരാഷ്ട്രത്തിൽ ജോലി ചെയ്യുന്ന ഉന്നത പദവിയിലുള്ളവർക്ക് അവിചാരിതമായിട്ടുള്ള ഉദ്യോഗം നഷ്ടപ്പെടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇതിന്റെ സൂചനകൾ കഴിഞ്ഞ 5-6 മാസമായിട്ട് ഉണ്ടായിരുന്നു. മറ്റു ചില ജോലികളൊക്കെ അപേക്ഷിച്ചിരുന്നു. അതൊന്നും വേണ്ട വിധത്തിലൊന്നും ലഭിച്ചില്ല. തത്തുല്യമായിട്ടുള്ള ഒരു തസ്തികയോട് കൂടിയതായിട്ടുള്ള ജോലി ലഭിക്കാൻ സാധ്യതകൾ കുറവാണ്. അതുകൊണ്ട് ലഭിച്ച ജോലി സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങളാണ് ഉണ്ടാകുവാൻ സാധ്യതയുള്ളത്. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അനുചിത പ്രവർത്തികളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ഭാരതീയ ശാസ്ത്രശാഖകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവർക്ക് ചില രീതിയിൽ ദുഷ്കീർത്തികളൊക്കെ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും അന്തിമമായിട്ട് ജനസ്വീകാര്യത ലഭിക്കുകയും യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്നത് വഴി ആശ്വാസത്തിനും യോഗം കാണുന്നതുമുണ്ട്. വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകുന്നത് വഴി ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പുത്രപൗത്രാദികളോടൊപ്പം ഓണം ആഘോഷിക്കുവാനായിട്ട് വിദേശത്തേക്ക് യാത്രയ്ക്ക് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനിടയുണ്ട്. പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും യുക്തിസഹമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം ഈ ബുദ്ധിമുട്ടുകളെ അല്ലെങ്കിൽ ഈ അമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തെ ഒഴിവാക്കാൻ സാധ്യത പോലും കാണുന്നതുമുണ്ട്. ചിരകാല അഭിലാഷപ്രാപ്തിയായ വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും ഈ ഒരു മാസം നല്ലതാണ്. എന്നാൽ ഒരു വർഷത്തേക്ക് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന നിർദ്ദേശം സ്വീകരിക്കുക തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ജോലിയിലിരിക്കുന്ന പലർക്കും ഇനി നിലവിലുള്ള ജോലിയിൽ അനന്ത സാധ്യതകൾ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉപരിപഠനത്തിന് ചേരുവാനുള്ള അവസരത്തെ സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിൽ നന്നായിരിക്കും. ഒരുപക്ഷെ ജോലിയോടൊപ്പം പഠിക്കാൻ ചേരാം. അല്ല എങ്കിൽ ജോലി ഉപേക്ഷിച്ച്
1 വർഷത്തെ കോഴ്സിനൊക്കെ ചേരുന്നതൊക്കെ തന്നെ നന്നായിരിക്കും. 2 വർഷത്തെ ആഗോള തലത്തിലുള്ള അംഗീകൃതമായിട്ടുള്ള കോഴ്സുകളൊക്കെ ചേരുകയായിരിക്കും ഏറ്റവും നന്നാവുക. അതായത് ഒരു പക്ഷെ ഇനി ജോലിയിൽ സംതൃപ്തിയുള്ള ജോലിയൊക്കെ 2027 ജൂലൈക്ക് ശേഷം മാത്രമാണ് ഉണ്ടാകുവാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് പഠിക്കാൻ വേണ്ടി സമയം വിനിയോഗിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ദമ്പതികളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി മാറ്റം, ദൂരദേശത്തേക്ക് ജോലി മാറ്റം ഉണ്ടാകുവാനിടയുണ്ട്. എന്നാൽ ഒരുമിച്ച് താമസിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുപക്ഷെ നവംബറിന് ശേഷം മാത്രമേ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ. വാഹനാപകടത്തിൽ നിന്നും രക്ഷപ്പെടുവാനിടയുണ്ട്. വിട്ടുവീഴ്ച മനോഭാവത്താൽ വസ്തുതർക്കം പരിഹരിക്കാൻ സാധ്യത കാണുന്നു. മംഗളകർമ്മങ്ങളിലും വരുന്ന സൽക്കാരത്തിലും പങ്കെടുക്കുവാൻ അവസരം വന്നു ചേരും. കീഴ് ജീവനക്കാരുടെ പിൻബലത്താൽ പുതിയ പദ്ധതികളെ ഏറ്റെടുക്കുവാൻ അവസരം വന്നു ചേരും. 1 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്ന പല കരാർ ജോലികളിലും പണം കുറച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നത് അബദ്ധമായി തീരുവാനിടയുള്ളത് കൊണ്ട് പരമാവധി ഒഴിവാക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. തൊഴിൽ മേഖലകളിൽ കഴിഞ്ഞ വർഷം അത്യപൂർവമായിട്ടുള്ള നേട്ടവും പുരോഗതിയൊക്കെ ഉണ്ടായിരുന്നതിന്റെ വെളിച്ചത്തിൽ ഇനി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെട്ടാലോ എന്ന് പലർക്കും തോന്നലുണ്ടാവാം. പണം മുതൽ മുടക്കിയിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും 2027 ജൂലൈ വരെയും നേട്ടമുണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കുറവും ആയിരിക്കും. വിദേശത്തു നിന്നും തിരിച്ചു വന്ന പലർക്കും തിരികെ പോകുവാൻ അവസരം വന്നു ചേരും. പ്രതിസന്ധികളെ തളരാതെ പ്രവർത്തിക്കാനുള്ള ആർജവം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. അവ്യക്തമായതും രേഖാപരമല്ലാത്തതുമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുക തന്നെ ആയിരിക്കും ഏറ്റവും നന്നാവുക. സഹായ മനസ്ഥിതിയൊക്കെ നല്ലതാണെങ്കിലും അർഹരായവർക്ക് മാത്രമേ കൊടുക്കാവൂ. അല്ലാത്ത പക്ഷം അബദ്ധങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സമൂഹത്തിൽ ഉന്നതരുമായിട്ട് സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുവാൻ അവസരം വന്നു ചേരും. അപ്രധാനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കി സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് ഗുണകരമായി തീരും. അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും പരിവർത്തനങ്ങൾ നടത്തുവാനും തീരുമാനിക്കും. കുടുംബത്തിലെ പല പ്രകാരത്തിലും ബുദ്ധിമുട്ടുള്ളവർക്ക് അത് വേണ്ടപ്പെട്ടതായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുവാൻ അവസരം വന്നു ചേരും. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കുവാനിടയുണ്ട്. രോഗശമനം വന്നതിനാൽ ജോലിയിൽ ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. കാർഷികമായിട്ടുള്ള മേഖലയിൽ നിന്നും അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുവാനിടയുണ്ട്. മാതാപിതാക്കളെ അനുസരിക്കുക, ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളെ സ്വീകരിക്കുക എന്നിവയൊക്കെ തന്നെ മാർഗദർശനങ്ങളെ അതിജീവിക്കാൻ സാധ്യത കാണുന്നുണ്ട്. വസ്തുതർക്കം പരിഹരിക്കുവാൻ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല പ്രകാരത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും മിതത്വത്തോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാ മാർഗ തടസ്സങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. ഉത്തരവാദിത്വങ്ങൾ അതിന്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുന്നതിനാൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ദുശീലങ്ങൾ ഉപേക്ഷിക്കുവാനും പ്രകൃതി ഭക്ഷണ രീതി അനുവർത്തിക്കുവാനും തീരുമാനിക്കും. പൂയ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മെയ് മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങളാണ് ഈ പറഞ്ഞത്.